എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നല്ല ഹെവി ആയിട്ട് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഏകദേശം 300 പോയിൻ്റ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം കുറച്ച് കവറിങ് വന്ന് നിന്നു. എന്നാലും മാർക്കറ്റിൽ ഫുൾ ടൈം വീക്ക്നെസ് ആയിരുന്നു. ഇവിടെ നോക്കിയാലറിയാം, ഒരു റേഞ്ചിൽ കിടന്ന് സൈഡ് വേസ് മൂവ്മെൻറ്റ് ട്രേഡ് എടുത്തതേ ഉള്ളൂ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ബീറിഷ് ട്രെൻഡാണ്. പക്ഷേങ്കിൽ ഇടയ്ക്ക് 1-2 ദിവസം ഒരു അപ്പ്, അതാ 100-200 പോയിൻ്റ് അപ്പിൽ വന്ന് അതിനെക്കാട്ടി സ്പീഡിൽ ഇറങ്ങി വരും. അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ. നമ്മൾ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇത് നോക്കിയാൽ ഞാൻ നേരത്തെ വരച്ചിട്ട് എൻ്റെ എല്ലാ വീഡിയോ ഈ ഒരു ലൈനിൽ അത് കട്ട് ചെയ്തു. അതിനുശേഷം പക്ഷേ ലൈനിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടുന്ന് ചെറിയൊരു കറക്ഷൻ, ഒരു അപ് ട്രെൻഡ് വന്നിട്ട് തിരിച്ച് വീണ്ടും ഈ ലെവൽ കട്ട് ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. മൊത്തത്തിൽ മാർക്കറ്റ് നമ്മുടെ ബെയറിഷ് ട്രെൻഡിലോട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റ് ഞാൻ നേരത്തെ വരച്ചിരുന്ന ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് വരച്ചു. ഇവിടം വരെ ആയിട്ടുണ്ട്. ഇത് ഇവിടം കട്ട് ചെയ്ത് ഇങ്ങനെ കുത്തനെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെങ്കിൽ ഒരു 23 ഈ ഒരു ലോ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ഇവിടെ 23,500 അല്ല 23,400 എന്നൊരു ബൗൺസ് വരും മാർക്കറ്റ്. ആ ഒരു ബൗൺസിൽ കുറച്ച് കയറി ചിലപ്പോൾ 24,000 ഒരു 400-500 പോയിന്റ് കയറിയിട്ടായിരിക്കും അടുത്ത ഒരു ട്രിപ്പ് താഴോട്ട് പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. തിരിച്ച് ബൗൺസ് വരാൻ ചാൻസ് ഉള്ള, അഥവാ വരുവാണെങ്കിൽ 23,500 23,400 റേഞ്ച് ആയിരുന്ന ഒരു ബൗൺസ് കിട്ടും മാർക്കറ്റിന്. അവിടുന്ന് ഒരു ചിലപ്പോൾ 23,000 24,000 റേഞ്ച് പോയിട്ടായിരിക്കാം അടുത്തൊരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. ആ റേഞ്ച് വന്നെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. 23,500 23,400 350 റേഞ്ച് വന്നാൽ അവിടുന്ന് ഒരു ബൗൺസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം ബൗൺസ് കിട്ടിയാലും തിരിച്ചിറങ്ങും മാർക്കറ്റ്. മൊത്തത്തിൽ നമ്മുടെ മാർക്കറ്റ് പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും നല്ല ഹെവി ആയിട്ടൊരു അടിയും തരും മാർക്കറ്റ് താഴോട്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പണി കിട്ടും അത്. അപ്പോൾ നമ്മൾ കഴിവതും പൊസിഷൻസൊക്കെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല കറക്ഷനുള്ള ഷെയറുകൾ മാത്രം ഹോൾഡ് ചെയ്യുക. കറക്ഷന് വന്ന് നല്ലതായിട്ട് നിൽക്കുന്ന ഒരു ബൈങ് റേഞ്ചൊക്കെ കാണിക്കുന്ന ഷെയറുകൾ മാത്രം ഹോൾഡ് ചെയ്യുക. അല്ലാത്ത ഈ ഹൈ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കൊക്കെ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും നമ്മൾ വരച്ചിട്ടേക്കുന്ന ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ബൗൺസ് ആയിട്ടുണ്ട്. പക്ഷേ എത്ര ദിവസം നിൽക്കുമെന്ന് അറിയത്തില്ല. കുറച്ച് അപ്പിട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചിരുന്ന ഷെയറുകളാണിത്. ഈ കാണുന്ന ഷെയറുകൾ മുഴുവനും നമ്മളെടുത്ത് കഴിഞ്ഞ ദിവസം ഇൻട്രാഡേ ഷോർട്ട് സെല്ലിന് വേണ്ടി എടുത്തിരുന്ന ഷെയറുകൾ. ഇതിനകത്ത് നമുക്ക് നല്ല, ഇത്രയും മാർക്കറ്റ് ഡൗണിലായിട്ട് പോലും നമുക്ക് നല്ല ചാൻസ് തന്ന ഷെയറുകളുണ്ട്. നമുക്ക് നല്ല ചാൻസ് തന്ന ഷെയർ ആയിരുന്നു ഗരുഡ തന്നിട്ടുണ്ടായിരുന്നു, ബജാജ് ഹെൽത്ത് കെയർ തന്നിട്ടുണ്ടായിരുന്നു, മൊബിക്വിക്ക് എന്ന് പറയുന്ന ഷെയർ നല്ല അടിപൊളി ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു, കെ ഫിൻടെക് നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. കെ ഫിൻടെക് ലാസ്റ്റ് ടൈമിലാണ് ചാൻസ് തരുന്നത്. പിന്നീട് നമുക്ക് ഈ സായി ലൈഫ് എന്ന് പറയുന്ന ഷെയർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഷെയറുകൾ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ചാൻസുകൾ നമുക്ക് സെല്ലിങ്ങിന് വന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. നമ്മൾ CPRൻ്റെ ലെവലുകൾ വെച്ചിട്ട് നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. ആ ഷോർട്ട് സെൽ ചെയ്യുന്ന രീതി നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അത് നോക്കി കണ്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. അത് പറഞ്ഞു തരുന്നതിനൊരു മടിയില്ല. എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 3-4 ഷെയർ നമുക്ക് ഇത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു പുതിയൊരു ഇൻഡിക്കേറ്റർ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലക്സാൽഗോയുടെ പ്രൊഡിക്റ്റീവ് ചാനൽസ് എന്ന് പറയുന്ന ഒരു 30 ഇൻഡെക്സ് പ്രൊഡിക്റ്റീവ് ചാനൽസ് അത് വിട്ടിട്ട് നമ്മൾ എന്താണ് പറയുന്നത്,
ഇച്ചിരൂടെ നമുക്കൊരു ആക്യുറസി കൂട്ടാൻ പറ്റുന്നുണ്ട്. എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ നല്ല പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും പറ്റും. ഞാൻ സത്യത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 1-2 ആഴ്ചയായുള്ളൂ ഇത് നോക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്കത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടുകൊണ്ട് ഞാനതിനകത്ത് ചാൻസ് എടുക്കാറുണ്ട്. സ്കാൽപ്പിംഗ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഇൻഡിക്കേറ്ററാണിത്. ഞാൻ വരും ദിവസങ്ങളിൽ അതിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ട്രേഡ് എടുത്ത് ഒരു കുറച്ച് ഷെയറിനെ കാണിച്ചു തരാം എങ്ങനെയാണ്. മൊബിക്വിക്ക് ഞാൻ ഇന്ന് ട്രേഡ് എടുത്തിരുന്ന ഷെയർ, ഏറ്റവും നല്ല രീതിയിൽ ട്രേഡ് എടുത്ത ഷെയർ ഇതാണ്. ഇത് ഓപ്പണിങ്ങിൽ തന്നെ ഇവിടെ ഓപ്പണായി നേരെ പോയി, അതിനുശേഷം ഈ 56 കട്ട് ചെയ്ത് നേരെ താഴോട്ട് വന്ന് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക്. ഞാൻ ഇവിടെ ഒരു 200 ഷെയർ സെല് ചെയ്തിട്ട് 4000 രൂപ 200 ഷെയർ കിട്ടി. അതിനുശേഷം പിന്നീട് ഇത് തിരിച്ച് കയറിപ്പോയി, പെട്ടെന്ന് തന്നെ അടുത്ത ക്യാൻഡിൽ തന്നെ കയറി R2 അടിച്ചിട്ട് തിരിച്ചിറങ്ങി. നമ്മളന്നേരം ഇവിടം തൊട്ട് നമുക്കത് കണ്ടിന്യൂസ് നമുക്ക് ചാൻസാണ് ഈ ഒരു റേഞ്ച് തൊട്ട്. 2ാം പ്രാവശ്യം ഹൈ അടുത്ത ലെവലിൽ പോയി ഹൈ അടിച്ചിട്ട് ഇറങ്ങി. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. പക്ഷേ 586 റേഞ്ച് എൻട്രി എടുത്ത് നമുക്ക് 605 വരെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. അപ്പോൾ 605 സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി, ഇപ്പോൾ ഒത്തിരി ഹൈ ആകുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക. പക്ഷേങ്കിൽ ഇവിടെ ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുത്തായിരുന്നെങ്കിൽ കണ്ടിന്യൂസ് നല്ല പ്രോഫിറ്റ് പല പ്രാവശ്യം പല രീതിയിൽ ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിൽ വന്നു, അതിന് താഴെ പോയി, അതിനുശേഷം അത് സപ്പോർട്ട് എടുക്കുന്നത് എവിടെയാണെന്ന് നോക്കി, സപ്പോർട്ടുള്ള റെസിസ്റ്റൻസ് എടുക്കുന്ന ആ ലെവലിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചാൻസ് എടുക്കാം. ലാസ്റ്റിൽ 533 ലോയിൽ വന്നു, 586 എന്ന് 585 ഈ ലെവലിൽ വന്നു. ഇപ്പം ഇത് ഇന്നലെ ലിസ്റ്റായ ഷെയർ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ആ പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഇത് വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ് കാണിക്കാത്തത്. അപ്പോൾ അടുത്ത നമ്മളൊരു ഷെയർ ഗരുഡ എന്ന് പറയുന്ന ഷെയർ, ഇതിനകത്ത് പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഇത് വരുന്നുണ്ട്. ഗരുഡ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയും R1ൻ്റെ മുകളിൽ ഓപ്പണായി നേരെ മുകളിലോട്ട് കയറിപ്പോയി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഈ മുകളിലോട്ട് കയറിപ്പോയി പെട്ടെന്ന് ട്രേഡാകുമ്പോൾ ഉണ്ട് ഈ പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ആ ഒരു ലെവലുകൾ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് നോക്കി അതിൻ്റെ ടോപ്പിലടിച്ചു, തിരിച്ചിറങ്ങി, ടോപ്പിൽ 113-130 അടിച്ചു, 112 രൂപ കിട്ടി. അതിനുശേഷം വീണ്ടും അത് കയറിപ്പോകുമ്പോൾ നമ്മളിവിടെ ഇതിന് മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ അടുത്ത ലെവല് ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഈ പ്രൊഡിക്റ്റീവ് ചാനൽ അടുത്ത ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ പോയിട്ട് ട്രേഡായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻട്രി, ഇവിടെ ഒരു എൻട്രി എടുത്താൽ 117 എൻട്രി എടുത്താൽ നമുക്ക് 111 വരെ വരുന്നുണ്ട്, ഇവിടെ വരെ വരുന്നുണ്ട്, 111 വരെ വരുന്നുണ്ട്. അതിനുശേഷം ഈ ലെവൽ കഴിഞ്ഞു, അതിനുശേഷം താഴോട്ട് വന്നു, താഴെ ഒരു ലെവൽ ഫോം ആകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഹൈ ലെവലിൽ നമ്മൾ നോർമൽ ഷോർട്ടാണല്ലോ ചെയ്യുന്നത്. ഈ ഹൈ ലെവലിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുന്നോ നോക്കണം. ഇറങ്ങിയില്ലെങ്കിൽ നമുക്കിവിടെ 2-3 ക്യാൻഡിൽ നിന്ന് ഹൈ ഒന്നും അടിക്കാൻ നിൽക്കുന്നതാണ് നമുക്ക് എൻട്രി എടുക്കും. പക്ഷേ ഇത് നേരെ പെട്ടെന്ന് അടിച്ച് ഹൈയിലോട്ട് പോയി പെട്ടെന്ന് അടുത്ത ചാനൽ ക്രിയേറ്റ് ചെയ്തു, അടുത്ത ലെവലുകൾ ക്രിയേറ്റ് ചെയ്തു. ഈ സെൻട്രൽ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ആവറേജാണ് ഇത്. റെസിസ്റ്റൻസ് 1, 2, ഇത് സപ്പോർട്ട് 1, 2 അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയി കണ്ടതല്ലേ നിരങ്ങുക. ഈ നിരക്കം കാണുമ്പോഴേ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഇവിടെ എൻട്രി എടുക്കുമ്പം നമ്മൾ നോക്കുന്ന CPRൻ്റെ സപ്പോർട്ടുണ്ട്, ഇവിടെ CPRൻ്റെ സപ്പോർട്ടുണ്ട്, CPRൻ്റെ ഒരു ലെവലാണ്. അപ്പം നമുക്കിവിടെ എൻട്രി എടുത്തിട്ട് ഈ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നമുക്ക് 117.80 എന്ന് തിരിച്ചത് 113, 112 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. പിന്നെ അത് കയറുന്നില്ല. ഈ ഒരു ലെവൽ ഫുള്ള് ഈ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് ആ ഒരു ടൈം ഫുള്ളും അത് തന്നെ ആ ഒരു ലെവലിൽ തന്നെ നിന്ന്, അതിന് ശേഷം പുതിയൊരു ലെവൽ വന്നിട്ടില്ല. അതുപോലെ KFinTechനകത്ത് ഞാൻ കാണിച്ചു തരാം. KFinTech ഓപ്പണിങ്ങിനകത്ത് ഒരു ഇത് കണ്ടില്ലേ, ഇതിൻ്റെ താഴെയാണ് ഓപ്പണിങ് വന്നത്. അതിന് ശേഷം കയറി പെട്ടെന്നൊരു ഹെവി മൂവ്മെൻറ്റ് വന്നു. ഈ ഒരു ലെവല് പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ വന്നു, പെട്ടെന്ന് തന്നെ അത് കയറിപ്പോയി. അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തൊരു ലെവൽ ക്രിയേറ്റ് ചെയ്തു. അടുത്ത ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ഇവിടെ നോക്കി ഈ ഒരു പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ പിന്നെ റെസിസ്റ്റൻസ് 1 കണ്ടിന്യൂസ് ഇതെടുക്കുകയാണ്. റെസിസ്റ്റൻസ് ആണ് അവിടെ, അത് ബ്രേക്ക് ആവുക ഒരൊറ്റ പോകും മുകളിലോട്ട്. ഈ പോകുന്നത് ഒരു 14-2.25 അതിനുശേഷം ഈ ഒരു ഹൈ അടിച്ചു, 1537 അടിച്ചു. അതിനുശേഷം പിന്നെ സൈഡ് വേസ് മൂവ്മെൻറ്റ് കാണിച്ചിരുന്നു.
ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഏത് ഷെയർ എടുത്ത് വേണമെങ്കിലും ശ്രദ്ധിച്ച് നോക്കുക. ലാസ്റ്റ് ടൈമിൽ ഈ പ്രൊഡക്റ്റീവ് ചാനൽസിനകത്ത് ഇൻഡിക്കേറ്റർ വെച്ച് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ചാനൽ ഈ ചാനൽസിൻ്റെ മുകളിൽ നിൽക്കുവാണെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു 3, 10, 15 കഴിഞ്ഞ് നോക്കിയാൽ മതി. ഇതിന് മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിൽ നിന്ന് ഒത്തിരി കയറി പോകരുത്. ആ റേഞ്ചിൽ നിൽക്കുന്ന അവിടെ നിന്നൊരു ഹെവി സെല്ലിങ് താഴോട്ടിങ് വരും. ഇവിടെ അതുപോലെ വന്നു 1537 നേരെ 1505 വരെ വന്നു. അതുപോലെ വേറൊരു ഷെയറിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഏത് ഷെയറായിരുന്നു, KPR മില്ല്. KPR മില്ല് ലാസ്റ്റ് ടൈമിൽ ഇതിൻ്റെ ലെവലിൻ്റെ ഏകദേശം അടുത്താണ്. പക്ഷേ അവിടെ നിന്നൊരു സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് EIDP ആയിരിക്കാത്ത ലാസ്റ്റ് ലെവലിൻ്റെ മുകളിലോട്ട് പോയി, പക്ഷേ വന്നില്ല. പക്ഷേ ആ റേഞ്ചിൽ തന്നെ നിന്ന് ഇതെടുത്തു. പക്ഷേ ഈ ഒരു ഇത് യൂസ് ചെയ്യുമ്പം നമുക്ക് നമ്മൾ മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്ത്, നമ്മൾ ലൈവ് മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്തായാലും ഈ ലെവലിന് മുകളിൽ പോയാൽ, ഈ റെസിസ്റ്റൻസ് ലെവൽ രണ്ടാമത്തെ മുകളിൽ പോയി നിന്നാൽ അവിടെ നിന്നൊരു സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ് ഷെയറിനകത്ത്. അതുപോലെ താഴെയാണെങ്കിൽ താഴെ വരുമ്പോൾ ഒരു ബൈ. ഇപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെ CPR ഹൈഡ് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ, ആദ്യം ഓപ്പണിങ്ങിൽ ഇത് ഫോമായി, അതിൻ്റെ ശേഷം അതിൻ്റെ ഹൈയുടെ അവിടെ നിന്ന് താഴെ വന്നു. ഇവിടെ താഴെ കണ്ടില്ലേ, സപ്പോർട്ട് എടുത്തു, തിരിച്ച് മുകളിലത്തെ ലെവലിൽ പോയി, വീണ്ടും തിരിച്ച് താഴെ വന്നു. അവിടെ നിന്ന് വീണ്ടും ബൈങ് കാണിക്കുന്നതാണ്. വീണ്ടും ബൈങ് കാണിച്ചിട്ടില്ല, കണ്ടിന്യൂസ് കയറി പോകണം. ഈ ഒരു ലെവലെ കണ്ടിന്യൂസ് അത് റെസിസ്റ്റൻസ് എടുത്ത് അത് ബ്രേക്ക് ആയപ്പോൾ പറന്ന് കയറിപ്പോയി, അത് അടുത്ത ലെവലിൽ പോയി. ഇത് പക്ഷേ നാളെ നല്ലൊരു ചാൻസ് വരാൻ സാധ്യത. നാളെ ഇത് ഓപ്പണിങ് ചിലപ്പോൾ ഇതുപോലൊരു ലെവൽ ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ 1000, 1010, 1020 ഇത് വരും. അതിൻ്റെ ഹൈയിൽ നിൽക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആ സമയത്ത് സെല്ല് ചെയ്യാൻ പറ്റും. ഇത് ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്കിത് ഷോർട്ട് സെല്ലിങ്ങിന് ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് ചെയ്യുന്നതെല്ലാം സക്സസ് ആണ്. ലെവൽ വന്ന ഉടനെ എൻട്രി എടുക്കുമെന്നല്ല, ലെവൽ വരുമ്പോൾ അവിടെ നമ്മൾ നോക്കിയിരിക്കുക. അവിടെ CPRൻ്റെ ഇതിൻ്റെയും കൂടെ സപ്പോർട്ടുണ്ട്, രണ്ടും കൂടെ സപ്പോർട്ട് കിട്ടിയാൽ ഞാൻ സെല്ല് ചെയ്യും അവിടെ. അപ്പം നല്ല രീതിയിൽ എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ പ്രൊഡിക്റ്റീവ് ചാനൽസിന് ഇപ്പം ഈ ഒരു റേഞ്ച് എവിടെ മോർണിംഗ് തൊട്ട് 3 മണി വരെ ഈ ഒറ്റ റേഞ്ചിൽ നിന്ന് ഈ ഷെയർ കളിച്ചു. അതിനുശേഷം പെട്ടെന്ന് ബ്രേക്ക് ഔട്ടായി, ആ ലെവൽ ബ്രേക്ക് ഔട്ടായി. അതിന് ശേഷം വേറൊരു ലെവൽ കയറി വന്നു. അത് അന്നേരം നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും, കയറി വരുന്നത് കാണാൻ പറ്റും. ഞാൻ കാണുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. കണ്ടു കഴിയുമ്പോൾ പെട്ടെന്നുള്ള മൂവ്മെൻറ്റാണ്. നമ്മൾ ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ സെല്ല് ചെയ്യണം. ഇത് ഒരു അരമണിക്കൂറുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകിൽ ഇത് നല്ല രീതിയിൽ അടുത്ത ലെവലിലോട്ട് കയറും, അതല്ലെങ്കിൽ ഈ റേഞ്ച് കട്ട് ചെയ്ത് താഴോട്ട് ഇങ്ങ് വരും. ഇപ്പം കെയ്ൻസ് ഇന്ത്യക്കകത്ത് കാണിച്ചു തരാം. നല്ല സൂപ്പറായിട്ടത് കെയ്ൻസ് ഓപ്പണിങ്ങിൽ ഡൗണിൽ പോയി. ഇത് ഈ പ്രെഡിക്റ്റീവ് ചാനലിൻ്റെ ആവറേജിൽ അത് സപ്പോർട്ട് എടുത്തു, നേരെ കയറിപ്പോയി. വൺ സൈഡ് കയറ്റമാണ്. അടുത്ത ലെവൽ അടുത്തു, അതിനുശേഷം താഴോട്ട് വരുന്നില്ല, അടുത്ത ലെവലിൽ പോയി, വീണ്ടും അടുത്ത ലെവലിൽ കയറിപ്പോയി. അതിനുശേഷം അവിടെ ഇങ്ങ് സെല്ലിങ്, ഇടയ്ക്ക് ഇവിടെയൊക്കെ സെല്ലിങ് വരുന്നുണ്ട്. പക്ഷേ ഈ ലെവലിന് മുകളിൽ കയറിയിട്ട് പിന്നെ സെല്ലിങ് നേരെ ഹൈ ലെവലാണ്. ഏറ്റവും ടോപ്പിൽ വന്ന് നല്ലൊരു സെല്ലിങ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വൺ സൈഡ് ഹൈ അടിച്ച് പോയിട്ട് ഇതിപ്പം ഇതല്ലേ സ്ലോപ്പിൽ ഇങ്ങനെ കയറി പോവാണ്. അതിനുശേഷം തിരിച്ച് സ്ലോപ്പായിട്ട് ഇറങ്ങുമ്പം ആദ്യത്തെ ഒരു ലെവൽ അടിച്ചു, അതിനുശേഷം രണ്ടാമത്തെ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈസിയാണ്. പിന്നെ അവിടുന്ന് നമുക്ക് കണ്ടിന്യൂസ് ചാൻസ് കിട്ടുമ്പോഴെല്ലാം സെല്ലിങ് എടുക്കാം. നമ്മളെന്തായാലും നോക്കേണ്ടത് ഈ ഫസ്റ്റ് ഇതിൻ്റെ ആവറേജിന് മുകളിൽ കയറാതിരുന്നാൽ മതി. ഇത് കണ്ടിന്യൂസ് അവിടെ നടക്കുമായിരുന്നു. എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി ഈ ഷെയറിനകത്ത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരാൾ ചോദിച്ചപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്, ഈ ഒരു ഷെയർ ശ്രദ്ധിച്ചത്. അതിനുശേഷം ഞാൻ അതിനകത്ത് 10 ഷെയർ 15 ഷെയർ 20 ഷെയർ വെച്ചാണ് ട്രേഡ് എടുക്കുന്നത്. അങ്ങനെ എടുത്ത് ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിൽ 5000 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് എടുത്തായിരുന്നു ഈ ഷെയറിനകത്ത്. ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഈ എന്താണ് പറയുന്നത്, ഈ പ്രൊഡിക്റ്റീവ് ചാനൽസും CPRും കൂടെ യൂസ് ചെയ്തിട്ട്. CPR വെച്ചും നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഇവിടെ കണ്ടില്ല, CPRൻ്റെ അടുത്ത് വെച്ച് ഒരു ഇതായി റിവേഴ്സായി. ഇവിടുന്ന് വീണ്ടും ഇത് കട്ട് ചെയ്താൽ പിന്നെ 2 ലെവലിനടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വൺ സൈഡ് മൂവ്മെൻറ്റാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഇൻഡിക്കേറ്ററുകളുണ്ടെങ്കിൽ അതിനകത്തും അതുപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇതിൻ്റെ ലാസ്റ്റിലത്തെ ഒരു CPR ഹൈഡ് ഈ ലെവലാണ് ഇത് ചെയ്തേക്കുന്നത്. നാളെ ചിലപ്പോൾ ഓപ്പണിങ്ങിൽ ഇതുണ്ട്. ഈ ലെവൽ ഇങ്ങനെ വലിയ ഹെവി മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഈ ലെവൽ തന്നെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവും.
ചിലപ്പോൾ ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങി വരാൻ ചാൻസ് ഉള്ളൊരു ഷെയറാണിത്. വീണ്ടും തിരിച്ച് ഇറങ്ങി ചിലപ്പോൾ 7000-ന് താഴെ പോകാൻ ചാൻസ് ഉള്ള ഷെയറാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡിക്റ്റീവ് ചാനൽസ് വഴിയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ കെയ്ൻസിനകത്ത് നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ എൻട്രി എടുക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ഈ പ്രൊഡിക്റ്റീവ് ചാനലൊന്ന് ഇത് ചെയ്ത് വെക്കാം. CPR ലെവൽ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കിവിടെ ഒരു എൻട്രി എടുത്താൽ മതി. ഇവിടെ എടുത്താൽ പക്ഷേ സ്റ്റോപ്പ് ലോസ് ഒത്തിരി ഹൈ ആണ്, അതാണ് കുഴപ്പം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. 10 ഷെയർ 10 ഷെയറെ പോലും കിട്ടും. ഇവിടെ 10 ഷെയർ ഇവിടെ സെല്ല് ചെയ്താൽ പോലും നമുക്ക് 10 ഷെയറിൽ തന്നെ 10,3500 രൂപ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഈ ഷെയറിനകത്ത്. അതുപോലെ സായി ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഷെയർ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. അത് CPR ലെവലിൻ്റെ ഓപ്പണിങ് താഴെ പോയി CPRൻ്റെ സെൻട്രൽ CPR സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഇടയ്ക്ക് ഒറ്റയടിക്ക് വന്ന് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. R1 പോയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ R1 പോയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് എടുക്കാം. പക്ഷേ അതവിടെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഇവിടുന്ന് എടുക്കാൻ നല്ല സൂപ്പറായിരുന്നു. പക്ഷേ അവിടെ വന്നില്ല. അതിന് നേരെ പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് പോയി. ഇവിടുന്ന് എടുത്താൽ പോലും 779 എടുത്താൽ പോലും നമുക്ക് 730 ഏകദേശം 48-49 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ വേറെ ഷെയർ ബജാജ് ഹെൽത്ത് കെയറും ഓപ്പണിങ്ങിൽ ഇതുണ്ടല്ലേ, പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങിയായിരുന്നു. 562 എന്നത് 533 വരെ വന്നു. ഏകദേശം 29 രൂപ പ്രോഫിറ്റ് കാണിച്ചു. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ അടിച്ച് നേരെ കുത്തനെ അങ്ങ് കയറിപ്പോയി ഒരു ഹൈ അടിച്ചു. അതിനുശേഷം ഇപ്പോൾ ബജാജ് ഇതിനകത്ത് ഞാൻ പ്രൊഡിക്റ്റീവ് ചാനൽസൂടെ ഞാൻ കാണിച്ചു തരാം. പ്രൊഡിക്റ്റീവ് ചാനൽസ് ഉണ്ടല്ലേ, കുത്തനെ കയറുമ്പം അടുത്ത ലെവൽ സെറ്റായി. അതിനുശേഷം വീണ്ടും കുത്തനെ കയറുമ്പോൾ അടുത്ത ലെവൽ സെറ്റാകുമ്പോൾ നമുക്ക് ഈ റേഞ്ച് ഇതിൻ്റെ ഇവിടെ വെച്ച് ഈ ലെവൽ കാണാൻ പറ്റും. നമുക്ക് ഈ റേഞ്ച് പിന്നെ അടുത്ത് വരുമ്പോഴത്തേന് ഈ ലെവൽ ക്രിയേറ്റ് ആവും. അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഹൈ ലെവലിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുത്തനെ വരുന്നുണ്ട്. ഈ ഹൈ ലെവലിനടുത്തോ അല്ലെങ്കിൽ ഈ ലെവലിൽ നിന്ന് അത് തിരിയാൻ ചാൻസ് ഉണ്ട്. ഇത് ഹൈ ലെവലേ വന്നിട്ട് ഇറങ്ങി. ഇത് നോക്കി പ്രാക്ടീസ് ചെയ്ത് മനസ്സിലായവർക്കാണെങ്കിൽ ഇവിടെ എൻട്രി എടുക്കും. ഞാനിവിടെ എൻട്രി എടുത്തായിരുന്നു. ഈ റേഞ്ചിൽ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അതിറങ്ങി. നമുക്ക് അതല്ല ഇപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ ഇത് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് മുകളിലോട്ടൊരു സ്റ്റോപ്പ് ലോസ് മതി, ഇവിടെ എടുക്കാൻ പറ്റും. അതല്ല നമ്മൾ CPR വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ എടുക്കും എൻട്രി. CPR വെച്ചാണെങ്കിൽ ഇവിടെ 591 എടുക്കും. നമുക്ക് 614 സ്റ്റോപ്പ് ലോസ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി പറയും. ഇവിടെ എടുത്തിട്ട് ആ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ 595 എന്നത് ലാസ്റ്റിൽ 565 വരെ വന്നു ഈ ഷെയർ. പിന്നെ ഹൈ അടിച്ചിട്ടുമില്ല. ഓക്കെ, ഇങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ CPRും പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്ററും വെച്ച് എനിക്ക് നല്ല രീതിയിൽ അത് വർക്ക് ആകുന്നുണ്ട്. അത് ഇനിയും എനിക്കത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇച്ചിരി സെറ്റാകുമെന്ന് തോന്നുന്നു. അപ്പം ഞാനത് നല്ല രീതിയിൽ എനിക്കൊന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനതിൻ്റെ തനിയെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നാളത്തേന് നമുക്ക് ഉള്ള ഷെയർ നമുക്ക് നോക്കാം. നാളത്തേന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഷെയറുകൾ നാളത്തേന് നമ്മൾ 13 ഷെയർ എടുത്തുണ്ട്. ഈ കെയ്ൻസിൻ്റെ നമ്മൾ ഈ ആവറേജ് ശ്രദ്ധിച്ചോണം. ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി ഷെയർ. ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ സിർമ എന്ന് പറയുന്ന ഷെയർ R1 ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതുപോലെ ഇപ്ക ലാബ് R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. കെഫിൻടെക് നാളെ ഒരു 1500 ലെവൽ വന്നാൽ സൂപ്പറായിരിക്കും. സെല്ലിങ്ങിന് നല്ലൊരു റേഞ്ച് അത്. അപ്പോൾ 1500 വന്നിട്ട് ഈ 1485 കട്ട് ചെയ്ത് താഴെ പോയെങ്കിൽ നല്ലൊരു ഇറക്കം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഈ ഷെയർ. TNPL ആവറേജ് ശ്രദ്ധിക്കുക. TNPLനകത്ത് ആവറേജ് 207 ഓപ്പണിങ്ങിൽ 210-9 ഒക്കെ വന്നിട്ട് 207 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. സെൻട്രം ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഈ ഷെയർ ഇത് വീണ്ടും ഒരു ഹെവി മൂവ്മെൻ്റാണ് ഈ ഷെയർ. അപ്പോൾ 2500 ഈസി ആയിട്ട് പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ 2500 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ 2500 താഴെ വരുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുത്തിട്ട് ആ സമയത്ത് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടും. അതല്ല R1 റേഞ്ചിന് മുകളിൽ പോയി, അതായത് ഈ റേഞ്ച് R1 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് അവിടെ എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. ബ്ലാക്ക് ബക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബ്ലാക്ക് ബക്കും ആവലോണും
10%-ൻ്റെയാണ്. പക്ഷെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇത് ASM ലിസ്റ്റിലാണ് ബ്ലാക്ക് ബക്ക്, ആവ്ലോണും ഇത് രണ്ടും ASM ലിസ്റ്റിലാണെന്ന് തോന്നുന്നു. ആണെങ്കിൽ പോലും നമുക്ക് ലെവലുകൾ വന്നിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. കുഴപ്പം R1 വന്ന് ഇപ്പം ബ്ലാക്ക് ബക്കിൻ്റെ ഫസ്റ്റ് ലെവൽ R1 519, ഇതിന് മുകളിൽ വന്നിട്ട് R2 വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല സൂപ്പർ ചാൻസ് ആയിരിക്കും. ആവ്ലോണിനകത്തും R1 ചാൻസ് കിട്ടിയാൽ നല്ലതായിരിക്കും. ബിർലാമണി നോക്കുക, ഇതിങ്ങനെ ക്ലോസിങ് 73, 75. ചിലപ്പോൾ ഇത് ഓപ്പണിങ്ങിൽ ചിലപ്പോൾ ഈ 266 താഴെ പോയിട്ട് ഇവിടെ നിന്ന് കയറുവാണെങ്കിൽ ഇത് ബൈ ചെയ്യാൻ പറ്റും ഷെയർ ബിർലാമണി. അതുപോലെ ഗരുഡ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ഹൈ അല്ല, R1 മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. സിൻക്ലെയർ എന്ന് പറയുന്ന ഷെയർ R1 R2 ഏത് റേഞ്ചിൽ നിന്നാണ് കിട്ടുന്നത് ആ റേഞ്ചിൽ നിന്ന് നമുക്ക് ചാൻസ് എടുക്കാം. OCCL ലിമിറ്റഡ് എന്ന് പറയുന്നത് R1 നിന്ന് ചാൻസ് കിട്ടും. R2 കിട്ടുന്ന ഏറ്റവും നല്ലത്. R1 കിട്ടുകയാണെങ്കിൽ ചാൻസ് എടുക്കുക. ICAS എന്ന് പറയുന്നത് ഇന്ന് ലിസ്റ്റായ ഷെയർ. അപ്പോൾ നാളെ ഈ ഷെയർ ഈ ഹൈ അടിക്കുകയോ ഹൈയും R1 അടിച്ചിട്ട് ഈ 2 ലെവലിലും താഴെ വരുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉള്ള ഷെയറാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്ന ഷെയർസിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.